കഥകൾ കേട്ടിട്ടുണ്ടല്ലേ. പാണ്ഡ്യൻ ഒരു ചെറിയ കഥയാണ്. പഴയ കുട്ടിയുടെ പേര് എന്ന് പറയുന്നത് എന്താ പറഞ്ഞ. അപ്പൊ ആൾക്ക് എങ്ങനെയാ ചെയ്യുന്നത്, ഈ ഹോംവർക്ക് ഒക്കെ ചെയ്യാൻ ഇച്ചിരി മടിയുണ്ട്. നിങ്ങളെ പോലെയല്ല, അവൾ പൊട്ട കുട്ടിയാണ്, അതുകൊണ്ട് എന്താ ഇച്ചിരി മടിയൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ നിങ്ങൾ ഈ പെൻസിലും അതുപോലെ തന്നെ പേനൊക്കെ എല്ലാ ദിവസവും എടുത്തു വെക്കുമോ? എല്ലാവരും എടുത്തു വെക്കുമോ? പക്ഷെ ആന്റിയുടെ കുട്ടി ഈ പറഞ്ഞ പോലെ നിങ്ങളെ പോലെ വീണ്ടും പൊട്ട കുട്ടിയാണ്. അവിടെ എന്ത് ചെയ്യും കഴിഞ്ഞാൽ ഈ പെൻസിലും അല്ലെങ്കിൽ റബ്ബർ ഇതൊക്കെ എവിടെയെങ്കിലും മിസ് ചെയ്യും, എപ്പോഴും എവിടെയെങ്കിലും ഒക്കെ കൊണ്ടിടും. നിങ്ങളത് ചെയ്യാറില്ലല്ലോ. പക്ഷെ അവൾ അങ്ങനെയല്ല. അവളിപ്പോ സ്കൂളിൽ പെൻസിലോണ്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പെൻസില് അവിടെ ഇട്ടിട്ട് അവൾ വീട്ടിൽ പോകും. വീട്ടിൽ എഴുതി കഴിഞ്ഞാൽ ആ പെൻസിൽ അവിടെ ഇടും. പിന്നെ ഈ പെൻസിൽ കടിക്കുന്ന സ്വഭാവം ഉണ്ടാവാം, ബാക്കിൽ കടിക്കുന്ന സ്വഭാവം. എന്താ കുട്ടി പൊട്ട കുട്ടിയെ കാരണം തോന്നുന്നു, അവൾക്ക് ആ സ്വഭാവം ഉണ്ട്. അവൾ എന്തെങ്കിലും ചെയ്യും, ഈ പെൻസിലൊക്കെ ബാക്കിൽ വെച്ച് കടിക്കും, അതിലെ റബ്ബറൊക്കെ എടുത്ത് കളയും, അങ്ങനെയൊക്കെ ചെയ്യണം. ഒരു പൊട്ട കുട്ടി, നിങ്ങളെ പോലെ അല്ലാത്ത വളരെ നല്ലൊരു പൊട്ട കുട്ടിയാണ് അപർണ എന്ന കുട്ടി. പക്ഷെ അവൾ നന്നായി പഠിക്കും. അതായത് ടീച്ചേഴ്സ് ഒക്കെ പറയുന്നതൊക്കെ അനുസരിക്കും, അല്ലെങ്കിൽ ടീച്ചർമാർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. അച്ഛൻ വളരെ സ്നേഹത്തോടെ ഒരു നീല കളറുള്ള നല്ല ഭംഗിയുള്ള ഒരു പെൻസിൽ അപർണയ്ക്ക് വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ അപർണയ്ക്ക് ആ പെൻസിൽ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. കാരണം നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല നീല കളറില്, നല്ല എന്താ പറയാ മേലെ റബ്ബറൊക്കെ ഉള്ള. നിങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ നല്ല ഭംഗിയിലൊന്നും നോക്കില്ലേ, അതുപോലെ നല്ല ഭംഗിയുള്ളൊരു പെൻസില് അച്ഛൻ വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ അപർണയ്ക്ക് ഫസ്റ്റ് ദിവസം കണ്ടപ്പോൾ പെൻസിലിന് ഭയങ്കര ഇഷ്ടമായി. അപർണ എന്ത് ചെയ്തു, ഹോംവർക്ക് ഒക്കെ അത് വെച്ച് ചെയ്തിട്ട് ബുക്കിൻ്റെ ഉള്ളിൽ നമ്മൾ പെൻസിൽ വെച്ച് അടച്ചു വെക്കില്ലേ, അതുപോലെ അടച്ചു വെച്ചിട്ട് അപർണ കിടന്നുറങ്ങി. അപർണ ഉറങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോ എന്തൊരു ചെറിയൊരു സൗണ്ട്, എന്താ പറയാ, നമ്മളിങ്ങനെ രാത്രി സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇരിക്കില്ലേ, എങ്ങനെ എനിക്ക് പേടിച്ചിട്ടല്ലേ ഇരിക്കാം. അപ്പൊ അതുപോലെ അപർണയ്ക്ക് എന്തായി, പേടിച്ചിട്ട് അപർണ ഇരിച്ചു. എന്തിന്റെ സൗണ്ടാന്ന് അറിയില്ല, ഇങ്ങനെയല്ല പ്രയോഗമൊന്നല്ല, ഞാൻ വേറൊരു ലോകത്ത് നിന്ന് നിന്നെ കാണാൻ വേണ്ടിയിട്ട് നിന്റെ അടുത്തേക്ക് വന്നതാന്ന് പറഞ്ഞു. എന്നിട്ട് അപർണയോട് പറഞ്ഞു, എന്റെ ലോകത്തിലെ ഞാനൊരു സൂപ്പർ ഹീറോ ആണ്, പക്ഷെ എന്റെ അവിടെ കുറെ പ്രശ്നങ്ങളുണ്ട്, അത് സോൾവ് ചെയ്യാൻ ആർക്കും പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ ആർക്കും പറ്റുന്നില്ല, എനിക്ക് പറ്റുന്നില്ല, നിന്റെ ഹെൽപ്പ് വേണമെന്ന് പറയാണ്. അപ്പോ നമ്മുടെ പെൻസില് ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞ ഏതാ സ്ഥലം, ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലോകത്ത് നിന്ന്, നമ്മുടെ ഭൂമിയുടെ പോലെ തന്നെ വേറൊരു ലോകമാണ് ഇത് ഗ്രാഫൈറ്റ്. അപ്പൊ ഈ ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞ ലോകത്ത് നിന്ന് നമ്മുടെ അപർണയുടെ സഹായം ചോദിച്ചിട്ട് വന്ന ലെഡ് എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു സൂപ്പർ ഹീറോയാ. ഏതാ പേര്? ലെഡ്. അങ്ങനെ പറഞ്ഞ